ഹലോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ടേംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അക്കൗണ്ടിങ്ങിന് പ്രധാനമായും 5 ടേംസ് ആണുള്ളത്: അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്. ഇനി ഇവ ഓരോന്നും എന്താണെന്നോ. ഒന്നാമത്തേത് എക്സ്പെൻസ്. ബിസിനസിനെ റൺ ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൽ ബിസിനസ് റിലേറ്റഡ് ആയ എക്സ്പെൻസുകളെ മാത്രമേ എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കുന്നുള്ളൂ. ബിസിനസ് ഓണർക്ക് എന്തെങ്കിലും എക്സ്പെൻസ് വന്നാൽ അത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് അല്ല. അതുപോലെ അസറ്റ് പർച്ചേസ് ചെയ്തത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് അല്ല, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് അറിയാത്തവർ മുൻ ക്ലാസ്സുകൾ കണ്ട ശേഷം മാത്രം ഈ ക്ലാസ്സിലേക്ക് കടക്കുക. എക്സ്പെൻസുകളെ പ്രധാനമായും രണ്ടായി തിരിക്കാം: ഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും. ഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്നാൽ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. പർച്ചേസസ്, വേജസ്, കാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ് ഇൻവേർഡ്, ഒക്ട്രോയ്, എൻട്രി ടാക്സ്, ഇൻഷുറൻസ് സ്റ്റോക്ക്, ഇവയെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അതായത് ഇവയെല്ലാം പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ്. ഡയറക്റ്റ് എക്സ്പെൻസുകളെയെല്ലാം ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. രണ്ടാമത്തേത് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ. പർച്ചേസ് റിലേറ്റഡ് അല്ലാത്ത എല്ലാ എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. സാലറി, റെന്റ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, അഡ്വർടൈസ്മെന്റ്, ഇവയെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. രണ്ടാമത്തേതാണ് ഇൻകം. ഇൻകം പ്രധാനമായും 2 തരത്തിലുണ്ട്: ഡയറക്റ്റ് ഇൻകംസും ഇൻഡയറക്റ്റ് ഇൻകംസും. ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ഇൻകം എന്നത് എല്ലായ്പ്പോഴും സെയിൽസ് ആണ്. ബാക്കി എല്ലാ ഇൻകംസും ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഡയറക്റ്റ് ഇൻകം ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്നു, ഇൻഡയറക്റ്റ് ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കുന്നു. മൂന്നാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമാണ് അസറ്റ്. ഒരു ബിസിനസ്സിലെ മൂല്യമുള്ള വസ്തുക്കളെയാണ് അസറ്റ് എന്ന് പറയുന്നത്. അസറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫിക്സഡ് അസറ്റ്. ഒരു ലോങ് പീരീഡ് ഓഫ് ലൈഫും ഹൈ വാല്യൂവും ഉള്ളവയാണ് ഫിക്സഡ് അസറ്റുകൾ. ഫിക്സഡ് അസറ്റുകൾക്ക് കാലപ്പഴക്കം മൂലവും ഉപയോഗം മൂലവും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു. ഫിക്സഡ് അസറ്റുകൾക്ക് എക്സാമ്പിൾ ആണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ മുതലായവ. രണ്ടാമത്തേത് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് ഫ്ലോട്ടിംഗ് അസറ്റ്, സർക്കുലേറ്റിംഗ് അസറ്റ്, ഫ്ലക്ച്വേറ്റിംഗ് അസറ്റ് എന്നെല്ലാം അറിയപ്പെടുന്നു. ഒരു ഷോർട്ട് പീരീഡ് മാത്രം കാലാവധിയുള്ള അസറ്റുകളാണ് കറണ്ട് അസറ്റുകൾ. ഇവ അടുത്ത അക്കൗണ്ടിംഗ് ഇയറിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ കഴിയുന്നവയാണ് കറണ്ട് അസറ്റുകൾ. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ക്ലോസിംഗ് സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ഇവയെല്ലാം കറണ്ട് അസറ്റുകളാണ്. അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് റിസീറ്റ് എന്നുള്ളതും കറണ്ട് അസറ്റിലാണ് വരുന്നത്. മൂന്നാമത്തേത് ടാഞ്ചിബിൾ അസറ്റ്. ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള അസറ്റുകളാണ് ടാഞ്ചിബിൾ അസറ്റ്. ഇവ കാണാനും തൊടാനും സാധിക്കുന്നവയാണ്. മെഷീനറി, ഫർണിച്ചർ, സ്റ്റോക്ക്, ലാൻഡ്, ഇവയൊക്കെ ടാഞ്ചിബിൾ അസറ്റുകളാണ്. നാലാമത്തേത് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റുകളാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇവ കാണാനും തൊടാനും സാധിക്കുന്നില്ല. പേറ്റന്റ്, ഗുഡ് വില്ല്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ട്രേഡ് നെയിം, ഇവയൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റുകളാണ്. അഞ്ചാമത്തേതാണ് ഫിക്ടീഷ്യസ് അസറ്റ്. ഫിക്ടീഷ്യസ് അസറ്റുകൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മെറ്റീരിയൽ ഫോമോ റീസെയിൽ വാല്യൂയോ റിയൽ വാല്യൂ ഇല്ലാത്ത അസറ്റുകളാണ് ഫിക്ടീഷ്യസ് അസറ്റ്. ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് ഭാവിയിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇവയ്ക്ക് റിയൽ വാല്യൂ ഇല്ല. ചില ടെക്നിക്കൽ റീസൺസ് മൂലമാണ് ഇവ അസറ്റായി പരിഗണിക്കുന്നത്. ഫിസിക്കൽ ഫോമോ റിയൽ വാല്യൂ ഇല്ലാത്ത അസറ്റുകളാണ് ഫിക്ടീഷ്യസ് അസറ്റ്. പ്രിലിമിനറി എക്സ്പെൻസ്. എക്സ്പെൻസ് ഇൻകേർഡ് ബിഫോർ കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. രജിസ്ട്രേഷൻ ഫീസ്, ലോഗോ ഡിസൈനിങ് കോസ്റ്റ്, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, അതായത് ഹെവി അഡ്വർടൈസ്മെന്റുകൾക്ക് വേണ്ടി ചെലവാക്കുന്നതാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇവയൊക്കെ ഫിക്ടീഷ്യസ് അസറ്റിന് എക്സാമ്പിൾ ആണ്. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് കാണാത്തവർ മുൻ ക്ലാസ്സുകൾ കണ്ട ശേഷം മാത്രം ഈ ക്ലാസ് കാണാൻ ശ്രദ്ധിക്കുക. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ക്ലാസ് മുൻ ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആറാമത്തേത് വേസ്റ്റിംഗ് അസറ്റ്. ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കുന്ന അസറ്റാണ് വേസ്റ്റിംഗ് അസറ്റ്. ഇവ
അവസാനം സീറോയിലേക്ക് എത്തുന്നു. ഇവയുടെ വാല്യൂ, വേസ്റ്റിംഗ് അസറ്റിന്റെ വാല്യൂ അവസാനം സീറോയിലേക്ക് എത്തുന്നു. മൈൻസ്, ക്വാറീസ്, കോൾ മൈൻ ഇവയൊക്കെ വേസ്റ്റിംഗ് അസറ്റുകൾക്ക് എക്സാമ്പിൾ ആണ്. അതായത് ഈ അസറ്റ് ഉപയോഗിച്ച് അവസാനം വരുമ്പോൾ അത് ഇല്ലാതായിത്തീരുന്നു. ഏഴാമത്തേതാണ് കണ്ടിൻജന്റ് അസറ്റ്. അതായത് ഒരു അസറ്റിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈഡ് ഇവന്റിനെ ആസ്പദമാക്കി മാത്രം നിലനിൽക്കുന്നതാണ്. അതായത് ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഇവന്റിനെ ആസ്പദമാക്കി മാത്രമാണ് ആ ഒരു അസറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇത്തരത്തിലുള്ള അസറ്റുകളാണ് കണ്ടിൻജന്റ് അസറ്റ്. എക്സാമ്പിൾ: റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ്, റീഫണ്ട് ഓഫ് ഒക്ട്രോയ് പെയ്ഡ്, അൺകോൾഡ് ഷെയർ ക്യാപിറ്റൽ, claim for money from a previous endorser of a bills receivable which have been discounted but dishonored. ഇവയൊക്കെ കണ്ടിൻജന്റ് അസറ്റുകൾക്ക് എക്സാമ്പിൾ ആണ്. അതായത് ഭാവിയിൽ ഒരു ഇവന്റ് ഉണ്ടായാൽ മാത്രമേ ഇത്തരം അസറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. എട്ടാമത്തേത് സ്റ്റാൻഡേർഡ് അസറ്റ്. ഒരു ബാങ്കിങ് കമ്പനിയിൽ മാത്രം വരുന്ന അസറ്റുകളാണ് സ്റ്റാൻഡേർഡ് അസറ്റ്. അതായത് ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് കൊടുത്ത എല്ലാ ലോണുകളും ആ ബാങ്കിനെ സംബന്ധിച്ച അസറ്റാണ്. അത് കൃത്യമായി തിരിച്ചടവുള്ള വായ്പകളെ മാത്രമേ നല്ല അസറ്റുകളായിട്ട് പെർഫോം ചെയ്യുന്ന അസറ്റുകളായി പരിഗണിക്കാൻ പറ്റുള്ളൂ. ഇത്തരത്തില് പെർഫോം ചെയ്യുന്ന അസറ്റുകളാണ് സ്റ്റാൻഡേർഡ് അസറ്റ്. അതായത് 3 മാസത്തിലധികം തിരിച്ചടവ് മുടങ്ങിയിട്ടില്ലാത്ത വായ്പകളാണ് സ്റ്റാൻഡേർഡ് അസറ്റ്. സ്റ്റാൻഡേർഡ് അസറ്റുകൾ എന്നത് പെർഫോമിംഗ് അസറ്റ് ആണ്. ഇവ നോൺ പെർഫോമിംഗ് അസറ്റ് അല്ല. ബാങ്കിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന അസറ്റാണ് സ്റ്റാൻഡേർഡ് അസറ്റുകൾ. അടുത്തത് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്. ഇതും ബാങ്കിങ് കമ്പനിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള അസറ്റ് ആണ്. അതായത് 3 മാസം മുതൽ 12 മാസം വരെ തിരിച്ചടവ് മുടങ്ങിയ വായ്പകളാണ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്. സബ് സ്റ്റാൻഡേർഡ് അസറ്റുകൾ എന്നത് നോൺ പെർഫോമിംഗ് അസറ്റുകളാണ്. ഇവ നന്നായി പെർഫോം ചെയ്യാത്ത അസറ്റുകളാണ്. ബാങ്കുകൾ ഇത്തരം അസറ്റുകൾക്ക് 10% പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. 10ാമത്തേതാണ് ഡൗട്ട്ഫുൾ അസറ്റ്. അതായത് സംശയാസ്പദമായ കടങ്ങൾ. ഒരു ബാങ്കിങ് കമ്പനിയെ സംബന്ധിച്ച് 12 മാസത്തിലധികം തിരിച്ചടവില്ലാത്ത വായ്പകളെല്ലാം ഡൗട്ട്ഫുൾ അസറ്റ് ആണ്. ഇത്തരം അസറ്റുകൾക്ക് ബാങ്ക് 30% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇത്തരം അസറ്റുകൾ തിരിച്ചു കിട്ടുമോ എന്ന് വളരെയധികം സംശയാസ്പദമായ കടങ്ങളാണ്. ഇവയെല്ലാം നോൺ പെർഫോമിംഗ് അസറ്റുകളാണ്. 11ാമത്തേത് ലോസ് അസറ്റ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ബാങ്കിനെ സംബന്ധിച്ച് ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന അസറ്റാണ് ലോസ് അസറ്റ്. തിരിച്ചു കിട്ടുമെന്ന് 100% ഉറപ്പില്ലാത്ത വായ്പകളാണ് ലോസ് അസറ്റ്. അതായത് 36 മാസത്തിൽ അധികമായി തിരിച്ചടവ് മുടങ്ങിയിട്ടുള്ള വായ്പകളാണ് ലോസ് അസറ്റ്. ബാങ്കുകൾ ഇവ ബാഡ് ഡെപ്റ്റ് ആയിട്ട് പരിഗണിക്കുന്നു. ഇത്തരം അസറ്റുകൾക്ക് ബാങ്കുകൾ 100% പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. സാധാരണയായി നോൺ പെർഫോമിംഗ് അസറ്റ് എന്നത് ബാങ്കുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയത് നരസിംഹം കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷമാണ്. അടുത്ത ഹെഡാണ് ലയബിലിറ്റീസ്. ഒരു ബിസിനസിനെ സംബന്ധിച്ച് കൊടുത്തു തീർക്കാനുള്ളതാണ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. ഒന്നാമത്തേത് ലോങ് ടേം ലയബിലിറ്റി. ഒരു ബിസിനസിനെ സംബന്ധിച്ച് 1 വർഷത്തിലധികം കാലാവധിയുള്ള വായ്പകളാണ് ലോങ് ടേം ലയബിലിറ്റി. ഇവ 5 മുതൽ 10 വർഷം വരെ ആവാം. ഇത്തരത്തിലുള്ള വായ്പകളാണ് ലോങ് ടേം ലയബിലിറ്റീസ്. രണ്ടാമത്തേത് കറണ്ട് ലയബിലിറ്റി. 1 വർഷത്തിനകം കൊടുത്തു തീർക്കേണ്ട വായ്പകളാണ് കറണ്ട് ലയബിലിറ്റീസ്. സൺട്രി ക്രെഡിറ്റേഴ്സ്, എക്സ്പെൻസ് പേയബിൾ, ബിൽസ് പേയബിൾ, ഷോർട്ട് ടേം ലോൺസ്, അഡ്വാൻസ് ഫ്രം കസ്റ്റമേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ഡൊണേഷൻ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇതൊക്കെ കറണ്ട് ലയബിലിറ്റി ആണ്. മൂന്നാമത്തേതാണ് കണ്ടിൻജന്റ് ലയബിലിറ്റി. നമ്മൾ നേരത്തെ കണ്ടിൻജന്റ് അസറ്റ് എന്താണെന്ന് കണ്ടു. അതുപോലെ തന്നെയാണ് കണ്ടിൻജന്റ് ലയബിലിറ്റി. അതായത് ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ഒരു സ്പെസിഫൈഡ് ഇവന്റിനെ ആസ്പദമാക്കി മാത്രം ഉണ്ടാകാൻ സാധ്യതയുള്ള ലയബിലിറ്റിയാണ് കണ്ടിൻജന്റ് ലയബിലിറ്റി. ഇത് ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം. ഒരു ഇവന്റിനെ ആസ്പദമാക്കി മാത്രമേ ഇത്തരം ലയബിലിറ്റികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അഞ്ചാമത്തേത് ക്യാപിറ്റൽ അഥവാ ഇക്വിറ്റി. ഒരു ബിസിനസിനെ സംബന്ധിച്ച് ഒരു ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊപ്രൈറ്റർ ബിസിനസിന് നൽകുന്ന ഫണ്ടാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി. ഒരു ബിസിനസ്സിലെ അസറ്റ്, അതിൽ നിന്ന് ലയബിലിറ്റി കുറച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ കിട്ടുന്നു. ഒരു ബിസിനസ് ഓണർ അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടി ഒരു തുക പിൻവലിച്ചാൽ അതിനെ ഡ്രോയിങ്സ് ആയാണ് കണക്കാക്കുന്നത്. ഡ്രോയിങ്സ് എന്നത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് അല്ല. ക്യാപിറ്റൽ പ്രധാനമായും 2 തരത്തിലുണ്ട്: ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. ഫിക്സഡ് ക്യാപിറ്റൽ എന്നാൽ
ഒരു അക്കൗണ്ടിംഗ് ഇയറിന് മുകളിൽ നിലനിൽക്കുന്ന ക്യാപിറ്റൽ ആണ് ഫിക്സഡ് ക്യാപിറ്റൽ. അതേസമയം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് നിലവിൽ റൺ ചെയ്ത് കൊണ്ടുപോകാൻ ആവശ്യമായ ക്യാപിറ്റൽ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ഷോർട്ട് ടേം അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇത്രയുമാണ് അക്കൗണ്ടിങ്ങിലെ ബേസിക് ടേംസ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.